ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജെസ്സി എഴുതിയിരിക്കുന്ന മെയിലേക്ക് ആദ്യം കിടക്കാം. മാഡം, എൻ്റെ പേര് ജെസ്സി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഒരു മകളുണ്ട്. ഹസ്ബൻഡ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. പുള്ളി നല്ല സ്നേഹമുള്ള ആളാണ്. പക്ഷേ അമ്മായിയമ്മയ്ക്ക് ചിലപ്പോൾ മോശപ്പെട്ട സ്വഭാവമാണ്. ഞങ്ങളെ രണ്ടുപേരെയും ചുറ്റിപ്പറ്റി നിൽക്കും. ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ കീഴിലൊക്കെ വന്ന് നിൽക്കുന്നത് പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടമാണ്. അതിനെപ്പറ്റി ചോദിച്ചാലൊന്നും അവർക്ക് ഒരു നാണക്കേടുമില്ല. അതുകൊണ്ട് കണ്ടറിഞ്ഞ് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഭർത്താവ് ഒറ്റ മകനാണ്. അതിൻ്റേതായ ചില കുഴപ്പങ്ങൾ അവർക്കുണ്ട്. എൻ്റെ ഭർത്താവ് വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും അമ്മയുള്ളപ്പോൾ നടത്താറില്ല. എന്നാലോ എന്നോട് വളരെ ഇഷ്ടമുള്ള ആളാണ്. സാധാരണ കോൺട്രാക്ടർമാർക്കൊക്കെ സ്ത്രീകളുമായി ഒത്തിരി ബന്ധം കാണും. കാര്യം അവിടെ കീഴിൽ ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടാകും. അവരുമായിട്ടൊക്കെ ചിലർ ബന്ധം സ്ഥാപിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെയൊന്നുമില്ല. അവരെല്ലാം ഏകദേശം ഫ്രണ്ട്സിനെ പോലെയാണ്. പാവം മനുഷ്യനാണ്. അതുമാത്രമല്ല, എന്നോട് നല്ല ഇഷ്ടമാണ്. എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കും. എന്നെ പൂജിക്കുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും കഴിവുള്ള ആണ് അങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം രണ്ടാമതൊരാണിനെ എനിക്കറിയില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്നതിൽ നിന്നും അതേപോലെ കഥകളിൽ നിന്നും എനിക്ക് തോന്നിയത് മണിക്കൂറുകളോളം എനിക്ക് വേണ്ടി രസകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് യഥാർത്ഥ കർമ്മപദത്തിലേക്ക് ഇറങ്ങുമ്പോൾ മിനിറ്റുകളോ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളോ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് സ്ത്രീയുടെ ജീവിതത്തെ ബാധിക്കാമെന്ന് എനിക്കറിയില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചു. കാര്യം അദ്ദേഹം എന്നെ മാത്രമാണല്ലോ സ്നേഹിക്കുന്നത്. എനിക്ക് സ്വന്തമാണല്ലോ, വേറെ ദുസ്വഭാവങ്ങളില്ല. അപ്പോൾ പിന്നെ കഥകളിൽ കേട്ട കുറവുകളുണ്ടെങ്കിലും എൻ്റെ കൂടെ ഇരുന്നോട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ചോട്ടെ എന്നൊക്കെ അങ്ങ് കരുതിയാണ് എൻ്റെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയത്. പക്ഷേ ഒരു വട്ടമില്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ആഹ്ലാദത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയപ്പോഴുണ്ട് തള്ള വന്ന് കതകിന് മുട്ടി. അതോടുകൂടി അദ്ദേഹത്തിന് ഇത്തിരി സംഭ്രമമൊക്കെയായി. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ശരിയായ രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം പുള്ളി പറയും, നീ എൻ്റെ വർക്ക് സൈറ്റിലേക്ക് വാ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വാ എന്ന് പറയും. ചിലപ്പോൾ വർക്ക് സൈറ്റിൽ നിന്നും ഞങ്ങൾ നല്ല ഹോട്ടൽ മുറികളിലേക്ക് പോകും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചാകും. അമ്മയോടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന് അങ്ങ് ടെൻഷനാണ്. അതുകൊണ്ട് പുറത്തുള്ള പല സ്ഥലങ്ങളുമായിരുന്നു ഞങ്ങളുടെ ഒരു ആശ്വാസം. അതും ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു മാഡം. ഇതിനിടയ്ക്കാണ് പുള്ളിക്ക് ഒരു എൻജിനീയർ വന്നത്. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റാണ്. 50 വയസ്സുള്ള ഒരാളാണ്. കണ്ടാൽ പരമയോഗ്യനായ ഒരാളാണ്. പക്ഷേ ഭാര്യയൊന്നും കൂടെയില്ല. അവർ പിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഒരു വട്ടമോ 2 വട്ടമോ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ കൊണ്ട് പോകുമ്പോഴേക്കും എന്നെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ആ പുള്ളിക്കാരനെ അങ്ങ് മറന്നു പോയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഒരു ദിവസം വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെ വിഷമത്തിലാണ്. എന്താ ചേട്ടാന്ന് ചോദിച്ചപ്പോഴേക്കും വലിയൊരു തുകയുടെ ബില്ല് മാറാനുണ്ട്, ലക്ഷങ്ങളാണ്. പക്ഷേ അയാൾ വെച്ച് താമസിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഏതയാൾ? എടി, നമ്മളത് കണ്ട എൻജിനീയറില്ലേ? എന്താ ചേട്ടാ പ്രശ്നം? അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി വട്ടം അയാളുടെ പുറകെ ഞാൻ നടന്നു. അയാൾക്ക് കെട്ടിയോളും മക്കളോ ഒന്നുമില്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ഭാര്യയൊന്നും കൂടെയില്ല. അത് മാത്രമല്ലടി, അങ്ങർക്ക് പല ഡിമാൻഡുള്ള ആളാണ്. എന്താ ചേട്ടാ, വല്ല കമ്മീഷന് വല്ലതാണോ? അതൊന്നുമില്ലടി, അങ്ങർക്ക് സ്ത്രീകളോട് അമിതമായ താല്പര്യമാണ്. ചുമ്മാതല്ല ഭാര്യയൊന്നും കൂടെ നിൽക്കാതിരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഇപ്പോഴും അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് പോലും പറയില്ല. വയസ്സ് 50 കഴിഞ്ഞു. ജിമ്മിലേക്ക് പോയി ഇങ്ങനെ മസിൽമാനായിട്ട് നടക്കുകയാണ്. വലിയ സൽമാൻ ഖാനാണെന്ന ഭാവം. ഞാൻ പറഞ്ഞു, ഇപ്പം ചേട്ടാ എന്താ ചെയ്യുക? അയാൾക്ക് എന്താ കുഴപ്പം? എടി, കുഴപ്പമൊന്നുമല്ല. അയാൾക്കിപ്പോൾ ഈ ബില്ല് പാസ്സാക്കി തരണമെങ്കിൽ അയാളുടെ ചില ഇഷ്ടങ്ങളിലേക്ക് ഞാൻ ആളെ ഏർപ്പെടുത്തി കൊടുക്കണം. അയ്യോ ചേട്ടാ, അതിന് ചേട്ടൻ അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടോ? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ വില്ലിങ് ആയിട്ടുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. നിർബന്ധിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ താഴേക്കിടയിലുള്ള ആൾക്കാരെ അങ്ങേർക്ക് വേണ്ട. പിന്നെ ആരെയാ? അങ്ങേർക്ക് വല്ലതും സിനിമാ നടികളും വേണോ? നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? അതല്ലടി, അങ്ങേർക്ക് സിനിമാ നടികളൊന്നും വേണ്ട. ഞാൻ ഈ ബില്ല് ശരിയാക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞത്, നിൻ്റെ ഭാര്യയുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടു. എനിക്ക് ഒറ്റ നോട്ടത്തിലെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളെൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ബില്ല് പാസ്സാകും. എങ്ങനെയാണ് അങ്ങേരുടെ ഇഷ്ടം
ഞാൻ സാധിപ്പിച്ചു കൊടുക്കുക. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങേരുമായൊരു ബന്ധം അത് ഒരിക്കലും ശരിയാകില്ല. അങ്ങേര് അത്രയ്ക്കും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങേരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ബാക്കിയുണ്ടാകില്ല എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്? ബില്ല് ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കടബാധ്യതകളുണ്ടാകും. ബാക്കി വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? എന്താ ചെയ്യുക? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് 3-5 ദിവസം അങ്ങ് ഡെസ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും നമ്മുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അയാളുടെ അടുത്ത് പോകാം. ചേട്ടൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ മതി. എടി അതൊന്നും ശരിയാകില്ല. ശരിയാകും ചേട്ടാ. ചേട്ടൻ എന്നോട് വിരോധമൊന്നും കാണിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, ശരി അങ്ങനെയെങ്കിൽ നീ കുളിച്ച് റെഡിയാകണം. നാളെ അദ്ദേഹത്തോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നന്നായി മേക്കപ്പ് ചെയ്ത് ഏറ്റവും സുന്ദരിയായിട്ട് വരാമെന്ന്. പിന്നെ അതെനിക്കറിയില്ലേ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ സമാധാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ വേറെ വല്ല കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ കഷ്ടപ്പെടും. എൻ്റെ ഭർത്താവ് മന്ദഗതിയിലുള്ളൊരു മന്ദപ്പനാണ്. അദ്ദേഹം പ്രശ്നമില്ല. കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കട്ടപ്പുകയാകുമല്ലോ എന്ന് ഞാൻ ഓർത്തു. എങ്കിലും ഭർത്താവിന് വേണ്ടിയല്ലേ, ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കുമല്ലോ. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ആയതുകൊണ്ട് എനിക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് വേണം. 10 ലക്ഷത്തിന് മേലുണ്ട്. അത് മാറിക്കിട്ടണ്ടേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ലാവിഷായിട്ടുള്ള ജീവിതമൊക്കെ എവിടെയെങ്കിലും പോകില്ലേ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ ഒരുങ്ങി അവിടെ ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ അയാൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കഴുത്തിന് താഴേക്കാണ് അയാളുടെ നോട്ടമെല്ലാം പോകുന്നത്. രക്തം വലിച്ചു കുടിക്കുന്ന ഒരാളെപ്പോലെയായിരുന്നു അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ. ഭർത്താവ് എന്നെ അവിടെ ആക്കിയിട്ട് അങ്ങ് പോയി. മാഡം പിന്നെ വരാം, നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങേരെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര കുട്ടികളുണ്ടെന്ന്? ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയുള്ളെന്ന്. ആ, എന്തായാലും കണ്ടാൽ കുട്ടികളുണ്ടെന്ന് പറയില്ല. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്കിഷ്ടമായത് ചെന്തെങ്ങിൻ്റെ കുലകളാണ് എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. അയാൾക്ക് പ്രത്യേകിച്ച് നാണവും മാനവും ഒന്നുമില്ലല്ലോ. പോപ്പോയും അതിൻ്റെ കൂട്ടത്തിൽ തുടർന്നു. ഞാൻ ഓർത്തു, എൻ്റെ ഹസ്ബൻഡും ആദ്യമേ പറഞ്ഞത് അങ്ങനെയാണ്. വന്നപ്പോൾ നിൻ്റെ മുഖം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ നോട്ടം പോയതെല്ലാം മറ്റു പല കാര്യങ്ങളിലേക്കുമായിരുന്നു എന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്വന്തമായതെല്ലാം ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തം. പക്ഷേ അനുസരിച്ചേ പറ്റൂ. നിനക്ക് തലയാട്ടാൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ കുറവാണ്. എൻ്റെ ഭർത്താവ് എനിക്ക് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നീ ഭർത്താവുമായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എന്തായാലും നീ ഇവിടെ പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. സാറിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇല്ലേ മാഡം, അദ്ദേഹത്തെ അടുത്ത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പേടി അങ്ങ് പോയി. കാരണം ആൺ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം. മാഡം 6 പാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരാളെ അടുത്ത് കിട്ടുന്നത്. ഒരു സ്ത്രീക്ക് യൗവന സൗന്ദര്യമുള്ളൊരു പുരുഷനെ കിട്ടുന്നത് എത്ര വലിയ സന്തോഷകരമായ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ ഞാൻ കൺകുളിർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അസൂയായിരുന്നു. ഞാനായിരുന്നു അയാളുടെ ഭാര്യയെങ്കിൽ അയാൾ 100 പേരുടെ കൂടെ എന്ത് ബന്ധമുണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കില്ല. കാര്യം അത്രയ്ക്കും മനോഹരമായ ഒരു മനുഷ്യൻ. പിന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, പല സ്പെഷ്യൽ ഫീച്ചേഴ്സും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു സ്ത്രീയാകുമ്പോൾ അറിയാമല്ലോ മാഡം, നമ്മുടെ ഭർത്താവ് അത് മാത്രം നമ്മൾ അറിഞ്ഞിട്ട് പിന്നീട് നമുക്ക് സ്പെഷ്യൽ ഇഫക്ട്സ് വരുമ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്തതെല്ലാം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. എനിക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആകെ കൂടി മാറി മറിയുകയായിരുന്നു. ഞാൻ ചെല്ലാതെ ബില്ല് പാസ്സാക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രിക്കിനെ ഞാൻ അഭിനന്ദിച്ചു. എന്നോടുള്ള ഇഷ്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ മറന്നു? എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയൊരു അസുലഭ അവസരം സമ്മാനിച്ചതിന് അദ്ദേഹത്തോട് നന്ദി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നന്ദി എങ്ങനെ പറയുമെന്നറിയാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ
തല നന്നായി വെട്ടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് മാക്സിമം ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമയല്ലേ മാഡം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിന് ഒന്നും ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നിർദ്ദേശങ്ങളൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനെപ്പോൾ ഒന്നും മിണ്ടിയില്ല. മിണ്ടാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ. കാര്യം ഗ്രഹണി പിടിച്ച് പിള്ളേർ ചക്കക്കൂട്ടാൻ കാണുമ്പോൾ ചാടി വീഴുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് എന്നെ നന്നായി ബോധിച്ചു. ഈ ബില്ലിൻ്റെ കൂടെ 100 ബില്ലുകൾ അദ്ദേഹം പാസ്സാക്കി തരുമെന്ന് എനിക്ക് തോന്നി. ഇനിയും ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി അദ്ദേഹത്തെ പൂജിച്ച് ആരാധിക്കണമെന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ അവിടേക്ക് കയറിയത്. അദ്ദേഹവും എന്നെ ഒത്തിരി അഭിനന്ദിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, നിൻ്റെ ഭർത്താവ് ഒരു ഭാഗ്യവാനാണ്. എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും നിന്നെപ്പോലെ ഇത്രയും ഷേപ്പുള്ള എന്ന് പറഞ്ഞ അദ്ദേഹം താലോലിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ഇതൊരു കോംപ്ലിമെൻ്റാണ്. എൻ്റെ ഭർത്താവിൽ നിന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ കിട്ടിയ കോംപ്ലിമെൻറ്റ് അതിപ്പോൾ ആരാധ്യനായ ഒരു പുരുഷനിൽ നിന്ന് കിട്ടുന്നു. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് സമർപ്പിക്കാൻ മോഹമായി. സമർപ്പിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പിന്നീട് എനിക്ക് വേണ്ടിയായിരുന്നു. നീ സുന്ദരി ആയതുകൊണ്ടാണ് നീ തന്നെ വരണമെന്ന് ഞാൻ വാശി പിടിച്ചത്. ആദ്യം കണ്ടപ്പോഴേ എനിക്കൊത്തിരി ഇഷ്ടമായി. നിൻ്റെ ഭർത്താവിന് സത്യം പറഞ്ഞാൽ നിൻ്റെ അത്ര സൗന്ദര്യമൊന്നുമില്ല. നിന്നെ വലിയ വലിയ രാജകുമാരന്മാർ സ്വന്തമാക്കിയേനെ. പക്ഷേ നീ ചെന്നപ്പെട്ടത് ഒരു അശ്വിൻ്റെ കൂടെയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് അവനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഭർത്താവിനെ താഴ്ത്തി കിട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എങ്കിലും ഞാൻ ഒന്നും മിണ്ടിയില്ല. പുള്ളി എന്നോട് ചോദിച്ചു, നീ താരതമ്യം ചെയ്ത് പറയൂ, അവൻ എത്ര മാർക്ക് കൊടുക്കും, എനിക്ക് എത്ര മാർക്ക് കൊടുക്കുമെന്ന്. ഞാൻ ഒന്നും മിണ്ടാത്തപ്പോൾ അദ്ദേഹം എന്നെ പെട്ടെന്ന് തന്നെ ഒരു പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് പറഞ്ഞു, നീ നോക്കൂ, നിൻ്റെ കൈകൾ ശരിക്കും നീ യഥാസ്ഥാനത്ത് വെച്ച് നോക്കൂ. പറയൂ, എനിക്ക് മാർക്കിട, എനിക്ക് എത്ര, അവൻ എത്ര എന്ന്. ഞാൻ പറഞ്ഞു, സാറിന് 10ൽ 10. അപ്പം നിൻ്റെ ഭർത്താവിന് അങ്ങേർക്ക് 10ൽ 2 മാത്രം. നീ ഒരു മിടുക്കിയാണ്. യഥാർത്ഥത്തിലുള്ള വില നിലവാരം നീ പറഞ്ഞു. മാർക്കിടുന്നതിൽ നീ ഒരു മികച്ച ടീച്ചർ തന്നെ. നീ ഒരു മാത്സ് ടീച്ചർ ആകേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടി നിൻ്റെ എന്ത് സൂത്രവാക്യമാണുള്ളത് മോളെ എന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമല്ലേ അറിയുകയുള്ളൂ. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് പോർക്കളത്തിലിറങ്ങാൻ മടിയുണ്ടോ എന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. എങ്കിലും എനിക്കൊരാശങ്കയുണ്ടായിരുന്നു. കാര്യം എൻ്റെ ഭർത്താവുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും വിധിച്ചിട്ടില്ലാത്ത ഒരു പടവാളാണ് ഇവിടെ പൊരുതാൻ കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ ആശങ്ക അറിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. നീ അത്ര പേടിക്കൊന്നും വേണ്ട. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും നിനക്ക് ആവാഹിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ പേടി കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, സിംഹാസനത്തിലേക്ക് അമർന്നാൽ മതി, എല്ലാം ശരിയാകുമെന്ന്. എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും അത്രയും വലിയ രീതിയിലുള്ള ഭരണക്രമങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ഞാൻ പക്ഷേ അദ്ദേഹത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തന്നെ സിംഹാസനത്തിൽ അമർന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, സാറ് പറഞ്ഞതാണ് കറക്റ്റ്. സാറ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഭരണകൂടത്തിൻ്റെ സ്ഥിരാകേന്ദ്രം തിരിക്കുന്ന അത്രയും രസകരമായ അനുഭവമായിരുന്നു. അദ്ദേഹം ഒരു രാസദേവനാണോ എന്ന് പോലും എൻ്റെ കണ്ണിൽ കുളിർ കോരിക്കൊണ്ട് ഞാൻ ആലോചിച്ചു പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പാലാഴി കടഞ്ഞെടുത്ത ഒരഴകാണ്, ഇനിയും നിനക്കഴക് കൂട്ടണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പാലാഴി കടഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ അഴകുള്ളവളാകൂന്ന്. പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കിയില്ല. എനിക്ക് അഴക് കൂട്ടാനുള്ള മത്സരമായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഭൂമിയിൽ എൻ്റെ ഭർത്താവ് മാത്രമല്ല, ലോകത്ത് ഇഷ്ടം പോലെ ആണുങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് അതിൽ ഒരു മാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇത്രയും നാളും ഞാൻ കഴിഞ്ഞു വന്നത് 0 മാർക്കുള്ള ഒരാളുടെ കൂടെയാണോ എന്ന് പോലും ഞാൻ ഓർത്തുപോയി മാഡം. അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകാത്ത ഒരു സൂപ്പർമാനാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു, സാർ ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ ആണത്തത്തിൻ്റെ പ്രതീകം അതാണെന്ന്. എനിക്ക് പിന്നെ അലുതല്ലാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ എത്ര മോക്ഷപ്രാപ്തി നേടിയെന്ന് എനിക്ക് പോലും അറിയില്ല. എൻ്റെ ജീവിതത്തിലെ അത്ഭുതമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോലൊരു പുരുഷനെ കിട്ടാൻ വേണ്ടി കോടി ജന്മങ്ങളായി ഞാൻ കാത്തിരിക്കണമെന്ന്
എനിക്ക് തോന്നിപ്പോയി നീ എത്രയൊക്കെ എങ്ങനെ വേണമെങ്കിലും എന്നെ സ്നേഹിച്ചോളൂ, നിനക്ക് എത്ര വട്ടം വേണമെങ്കിലും സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ ഉണ്ടായിക്കോളൂ, എങ്കിലും ഞാനിവിടെ അചഞ്ചലനായി നിൽക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ വണങ്ങിപ്പോയി. കാര്യം അദ്ദേഹം വിചാരിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു മഹാവിസ്ഫോടനമുണ്ടാകുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അത്ഭുതമായിരുന്നു, എന്തെന്നില്ലാത്ത ആഹ്ലാദമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വേറെന്തൊക്കെയോ രഹസ്യങ്ങൾ ഞാൻ കണ്ടെത്തിയ പോലെ തോന്നി. എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്താവമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ആറാടി മനസ്സുഖത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. ഞാൻ 100 വട്ടം ദൈവത്തിന് നന്ദി പറഞ്ഞു. ഏതൻ തോട്ടത്തിലേക്ക് എന്നെ കടത്തിവിട്ട ദൈവം എത്ര മഹാനാണെന്ന് ഞാൻ ഓർത്തുപോയി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ പായ്ക്കാണ്, മൂലവും പോരാടവും ചേർന്ന നാളുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ലായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, നിൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും കളത്തിലിറങ്ങിയാൽ നീ എല്ലാം ഓക്കെ ആകും, അതുകൊണ്ട് മറ്റ് പലവക കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് പറഞ്ഞ് അന്ന് മൂലവും പോരാടവും ഗണിച്ചറിഞ്ഞ ദിവസമായിരുന്നു. പിന്നാമ്പുറത്തെ കൺസ്ട്രക്ഷൻ വർക്ക് വളരെ ശ്രമകരമായിരുന്നുവെങ്കിലും എനിക്ക് പിന്നീട് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ എല്ലാ റൗണ്ടും പൂർത്തിയാക്കി എല്ലാ വിദ്യകളും അറിഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് എല്ലാം ഏറ്റുവാങ്ങി തിരിച്ചു വന്നെങ്കിലേ ബില്ലടക്കം പാസ്സാകൂ. അതുമാത്രമല്ല എൻ്റെ മനസ്സിൻ്റെ ബില്ലും പണ്ടേ പാസ്സായി. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തു നിൽക്കണ്ടേ, അതിനാൽ ത്യാഗം സഹിക്കണം. ആ ത്യാഗം എനിക്കൊത്തിരി സന്തോഷം പകർന്നു നൽകി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 4-5 മണിക്കൂറുകൾ അത് എനിക്ക് തന്നത് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പിന്നീട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഞാനിപ്പോൾ ബിസിയാണ്, ഒരു ടാക്സി വിടാം, നീ അതിൽ കയറി വീട്ടിൽ പൊക്കോളാൻ. ഞാൻ പോയി മാഡം. പക്ഷേ എനിക്ക് വല്ലാത്ത അനുഭവങ്ങളായതുകൊണ്ട് ക്ഷീണം ഞാൻ ചെന്ന് കിടന്നപ്പോഴേ അങ്ങുറങ്ങിപ്പോയി. മൂലവും പോരാടവും കഴിഞ്ഞ് തിരുവോണം വന്ന പ്രതീതിയായിരുന്നു എനിക്ക്. അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ കുട്ടിയെ അമ്മായിമ്മ നോക്കിക്കോളും, അത് ഒരു പ്രശ്നവുമല്ല. രാത്രി ഹസ്ബൻഡ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നല്ലോ, സാറ് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മാഡം ആ സമയത്ത് ഉറക്കപ്പിച്ചയല്ലേ, എഴുന്നേറ്റ് വന്നപ്പോൾ ഭർത്താവ് അങ്ങ് ചോദിച്ചപ്പോൾ അറിയാതെ ഞാനങ്ങ് പറഞ്ഞു, അയ്യോ നിങ്ങളൊന്നും അദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ല, അദ്ദേഹത്തെ പൂവിട്ട് പൂജിക്കണം, കണ്ടാൽ ഏത് പെണ്ണും മോഹിച്ചു പോകുന്ന ഒരു യവന സൗന്ദര്യത്തിനുടമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് ഗുണഗണങ്ങളെല്ലാം ഞാൻ വർണ്ണിച്ച് ആദ്യമായിട്ട് ഞാൻ പിന്നാമ്പുറ കഥകളും അങ്ങ് പറഞ്ഞു. എനിക്കറിയില്ല മാഡം എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. കാര്യം പെട്ടെന്ന് തന്നെ എല്ലാം ഒരു സുഹൃത്തിനോട് പറഞ്ഞ പോലെ ഭർത്താവിനോട് അങ്ങ് പറഞ്ഞു. ഭർത്താവിനോട് പറഞ്ഞതിൽ നിയന്ത്രണം വേണമെന്ന് ഞാൻ ഓർത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങ് ഇരുണ്ടു. പിന്നീട് എന്നോട് ചോദിച്ചു, സാറാണ് ബെറ്റർ അല്ലേ എന്നും. ഞാനാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഇന്ന് റെഡിയാണെന്ന്. ഭർത്താവ് പറഞ്ഞു, നീ റെസ്റ്റ് എടുത്തോളൂ എന്ന്. ശരിക്കും അദ്ദേഹം എൻ്റെ കയ്യിൽ ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബാഗിൽ നിന്ന് ചെക്ക് എടുത്ത് കൊടുത്തു. അത് കുറച്ചുകൂടെ കിട്ടാനുള്ള തുകയുടെ ചെക്ക് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് സന്തോഷമായി. ആലോചന അദ്ദേഹം അങ്ങ് മറന്നു. പക്ഷേ പിന്നീട് ഇടയ്ക്ക് എന്നോട് ചോദിക്കും, സാറാണ് ബെറ്റർ അല്ലേ എന്ന്. മാഡം ഇപ്പോഴും ഇനിയിപ്പോൾ ബില്ല് പാസ്സാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയേ പറ്റുകയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ബില്ല് മാറുന്ന സമയത്തെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുകയുള്ളൂ. അദ്ദേഹമാണെങ്കിൽ എന്നെ ആ സമയത്തല്ലാതെ വിളിക്കുന്നുമില്ല. ശരിക്കും ഈ ബന്ധം എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നു സാറിൽ നിന്ന്. പക്ഷേ ഭർത്താവിനെ വിട്ടു പോകാനും എനിക്ക് താല്പര്യമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. പിന്നെ ഹസ്ബൻഡിനും എന്നോട് അതൃപ്തിയുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴുമോ? ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട് ഒത്തിരി വർഷമൊന്നും ആയില്ലല്ലോ മാഡം. അങ്ങനെയൊക്കെയുള്ള ആശങ്കകളുണ്ട്. എങ്കിലും നമുക്ക് പുരുഷനെന്ന് പറയുമ്പോൾ ഭർത്താവ് മാത്രമല്ല, നമുക്ക് മറ്റ് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പുരുഷനില്ലേ നമുക്ക് വേണ്ട യഥാർത്ഥ പുരുഷൻ. അത് സാറ് ഞാൻ കണ്ടെത്തില്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് സന്തോഷവും എന്നും എനിക്ക് അതില്ലാത്തതിൻ്റെ വിഷമവും ഉണ്ട് മാഡം. ഇതിനാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്, കന്നിനെ കയം കാണിക്കാൻ പാടില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ജീവിക്കുന്ന ഒരു കുട്ടിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ശരിക്കുമുള്ള ദാമ്പത്യത്തിന് എതിരാണ്. പക്ഷേ പൈസ
പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഇറങ്ങി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ കാലത്തും എന്ത് പ്രശ്നമുണ്ടായാലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടരുമെന്നും ഇങ്ങനെയുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റാളുകളുമായിട്ട് ഉണ്ടാക്കിയെടുക്കില്ലെന്നും ഉണ്ടാക്കിയെടുത്താൽ പോലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ലെന്നും എല്ലാം പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റുമെന്നും അങ്ങനൊരു മാനസികാവസ്ഥയോ കരാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങാവൂ. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലെ ഒരു ബിസിനസ് ഡീലിങ്സ് പോലെയാണ്. ബിസിനസ്സിൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും പാടില്ല. കാര്യം അതിൻ്റെ പ്രയോജനം മാത്രമേ നോക്കുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പോൾ സാറിനോട് പ്രേമമാണെന്നോ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ സാറിനെ ഇന്ന് കാണണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങേർക്ക് ഈ പറഞ്ഞതുപോലെ ആ ഒരു നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അങ്ങയുടെ കാര്യം പണം മറ്റു പെണ്ണുങ്ങളൊക്കെ തേടി പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ ഏത് രീതിയിലുള്ള ഒരു നയമാണ് ഇതിൽ എടുക്കേണ്ടതെന്ന് ഒത്തിരി ഇനിയും ചർച്ച ചെയ്തിട്ട് വേണം രണ്ടാമത്തെ ബില്ല് മാറാൻ ഇറങ്ങി പുറപ്പെടാൻ. കാര്യം ഇതൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിനെ ബിസിനസ് പോലെ സമീപിക്കണം. ആ സമയത്ത് സെൻറ്റിമെൻറ്റ്സ് പാടില്ല. എന്നാൽ നിങ്ങൾക്കതിൽ ലക്ഷ്യമുണ്ടല്ലോ ഒന്നിച്ച് നിൽക്കുകയും വേണം. അതിനിടയ്ക്ക് സെൻറ്റിമെൻറ്റ്സും അതും ഇതൊക്കെ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുളമാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചൊരു സമവായത്തിലെത്തിയ ശേഷം മാത്രമേ തരികിടകൾക്ക് ഇറങ്ങാവൂ.